ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ക്ലബ് ഫുട്ബോൾ തിരിച്ചെത്തിരിക്കുകയാണ്. 10-12 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ക്ലബ് ഫുട്ബോൾ വീണ്ടും തിരിച്ചെത്തിക്കുക. അതും കിടിലൻ 2 മത്സരങ്ങളോടുകൂടിയാണ് ക്ലബ് ഫുട്ബോൾ ഇന്ന് ആരംഭിക്കുന്നത്. ഇന്നലെ തന്നെ PSG മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് നടക്കാൻ പോകുന്ന ഗംഭീര 2 മത്സരങ്ങളാണ്. ഒന്ന് ലിവർപൂൾ വിസസ് മാഞ്ചസ്റ്റർ സിറ്റി FA കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ തന്നെ ഈ 2 വമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടാണ്. അത് നാളെ വൈകിട്ട് 5:15 ഇന്ത്യൻ സമയം 5:15 UAE സമയം 3:45 മത്സരം നടക്കാൻ പോകുന്നത്. അതിനുശേഷം രാത്രി 11 മണിക്ക് UAE സമയം 11 മണിക്കും ഇന്ത്യൻ സമയം 12:30 മറ്റന്നാൾ പുലർച്ചെ അറ്റ്ലന്റിക്കോ മഡ്രിഡ് വിസസ് ബാഴ്സലോണയുടെ മത്സരം നടക്കാൻ പോകുന്നത്. അറ്റ്ലന്റിക്കോ മഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ട് വെച്ച് നടക്കുന്ന മത്സരമാണ്. ലാ ലീഗിൽ ഇങ്ങനെ ഫോട്ടോ ഫിനിഷിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റയൽ മഡ്രിഡ് ആയിട്ടുള്ള പോയിന്റ് വ്യത്യാസം 4 ബാഴ്സലോണ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു മത്സരം വരുന്നത്. അപ്പൊ ഈ ഒരു മത്സരം എന്ന് പറഞ്ഞാൽ 4-ാം തീയതി നടക്കാൻ പോകുന്ന മത്സരത്തിന് ശേഷം 2 മത്സരം കൂടി ഒരു 10 ദിവസത്തിനുള്ളിൽ അറ്റ്ലന്റിക്കോ മഡ്രിഡിനെ നേരിടുന്നുണ്ട് ബാഴ്സലോണയ്ക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ലാ ലീഗിലെ ഒരു മത്സരമാണ് ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ എവേയും ഹോം മത്സരങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. അറ്റ്ലന്റിക്കോ മഡ്രിഡ് ആയിട്ടുള്ള മത്സരവും അതേപോലെ തന്നെ ക്യാമ്പ് നൗവിൽ ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരം, അങ്ങനെ 2 മത്സരവും അറ്റ്ലന്റിക്കോ മഡ്രിഡ് ഹോമിലും ബാഴ്സലോണ ഹോമിലായിട്ട് നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ FA കപ്പിൽ ലിവർപൂൾ വിസസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിലേക്ക് വരാം. 2 ടീമുകൾക്ക് നിർണായകമായ ഒരു പോരാട്ടം തന്നെയാണ്. ലിവർപൂളിനായിക്കോട്ടെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആയിക്കോട്ടെ. മാഞ്ചസ്റ്റർ സിറ്റി ഈ സീസണിൽ ഒരു കപ്പ് ഓൾറെഡി സ്വന്തമാക്കിയിട്ടുണ്ട്. കരബാവോ കപ്പിൽ ആഴ്സണലിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഭയങ്കര ഹൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ നല്ല കിടിലൻ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കരബാവോ കപ്പ് ഫൈനലിൽ എത്തിയപ്പോൾ പെപ്പിനെയും പിള്ളേരെ മുന്നിൽ കണ്ടപ്പോൾ ആഴ്സണലൊന്ന് മുട്ട് വരയ്ക്കാന്നല്ല, അങ്ങനത്തെ ഒരു സംഭവത്തിൽ അടിപൊളി ഡൊമിനേറ്റ് ചെയ്തിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ആഴ്സണലിനെ പരാജയപ്പെടുത്താണ്. അങ്ങനെ കിടിലൻ മത്സരമായിരുന്നു. ആ മത്സരം മാഞ്ചസ്റ്റർ സിറ്റിയുടെ തിരിച്ചു വരവെന്ന് തന്നെ പറയാം. എന്താ പറഞ്ഞാൽ കുറെ കാല ശേഷം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇങ്ങനെ ഒരു ഗെയിം കണ്ടിട്ട് അടിപൊളി കളിയായിരുന്നു. ആഴ്സണലിനെ എന്താ പറയാ നിലം പരിശാക്കിയിട്ട് തന്നെയാണ് അവർ വിജയിച്ച് അവർ കപ്പ് നേടിയിരിക്കുന്നത്. ട്രോഫിയോട് അടുക്കുമ്പോൾ കല ഇട്ട് ഉടയ്ക്കുന്ന ഒരു ഇത് വീണ്ടും ആഴ്സണൽ ആവർത്തിച്ചപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വീണ്ടും സീസണിൽ കിരീടം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച സമയത്താണ് അവർക്കൊരു കിരീടം കിട്ടുന്നത്. ഇനി അടുത്തൊരു കടമ്പ എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയൊരു കടമ്പയാണ്. ഇത് ക്വാർട്ടർ ഫൈനൽ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ ഫൈനലിൽ തന്നെ ഇങ്ങനെ ലിവർപൂളായിട്ടും മാഞ്ചസ്റ്റർ സിറ്റിയും വന്ന ഒരു മാച്ച് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര കടുകട്ടിയാണ്. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ആഴ്സണലുണ്ട്, ചെൽസി ഉണ്ട്, ലീഡ്സ് യുണൈറ്റഡ് ഉണ്ട്, സണ്ടർലാൻഡ്, ഇങ്ങനെ കുറെ ടീമുകൾ വരുന്നുണ്ട്. പക്ഷെ പാത്ത് ഇവർക്കാണ് കുറച്ച് കട്ടിയത്. എന്താ പറഞ്ഞാൽ ഇവര് ഈ ഒരു മത്സരത്തിൽ വിജയിക്കുന്നവർ ചിലപ്പോൾ ക്വാർട്ടർ ഫൈനലിലെത്താൻ ചാൻസ് ഉണ്ട്. എന്താ പറഞ്ഞാൽ അടുത്ത ജയിച്ചു പോവുകയാണെങ്കിൽ ലിവർപൂളിലായിക്കോട്ടെ അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആയിക്കോട്ടെ ജയിച്ചിട്ട് അടുത്ത മത്സരം പോവുകയാണെങ്കിൽ ലീഡ്സ് യുണൈറ്റഡ് അല്ലെങ്കിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആയിട്ട് നേരിടേണ്ടി വരിക. അവര് സെമി ഫൈനലിൽ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫൈനലിലാണ് ചെൽസിയോ ആഴ്സണലോ അല്ലെങ്കിൽ സണ്ടർലാൻഡ് ആരെയും നേരിടാൻ വേണ്ടി വരിക. അപ്പോൾ അതൊക്കെ നിന്നാലും ഈ ഒരു കളിക്ക് എന്താന്ന് പറഞ്ഞാൽ ലിവർപൂളും ഈ സീസൺ അത്ര നല്ല ഒരു ഇതിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിലും പുറകിലാണ്. അതേപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നോക്കിക്കഴിഞ്ഞാൽ വളരെ പുറകിലാണ് പോയി 5ാം സ്ഥാനത്ത് 6ാം സ്ഥാനത്തൊക്കെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സിറ്റി അവര് 2ാം സ്ഥാനത്ത് ഇങ്ങനെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അവർക്ക് എത്രമാത്രം എന്താ പറഞ്ഞാൽ ആഴ്സണലായിട്ട് 9 പോയിന്റിന്റെയൊക്കെ ഡിഫറൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എത്രമാത്രം ഈ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇനി നേടുന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പൊ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന FA കപ്പിലായിരിക്കും. എന്താണ് കരബാവോ കപ്പ് ഓൾറെഡി കിട്ടിയിരുന്നു. ഇനി FA കപ്പും കൂടി തൂക്കുക എന്നുള്ളതിൽ നാളെ കൈമേയി മറന്ന് കളിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 2 ടീമിനും അനിവാര്യമാണ് ഈ സീസണിലെങ്കിലും ഒരു കപ്പ്. എന്താ പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ കപ്പില്ലാതെയാണ് അവര് ഇപ്പോ സിറ്റിയുടെ കാര്യം നോക്കിയാലും ലിവർപൂളിന്റെ കാര്യം നോക്കിയാലും കപ്പില്ലാതെയാണ് അവര് അവസാനിപ്പിച്ചത്. കാരണം പെപ്പിന്റെ കരിയറിലൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള സീസൺ ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ അവർ ചുരുങ്ങി അടിക്കേണ്ടതാണ്. അത് ഇപ്പോൾ 2-3 സീസണായിട്ട് അത് പതിവ് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചാമ്പ്യൻസ് ലീഗ് അടിച്ചോട് കൂടിയിട്ട് എന്തോ ഒരു പെപ്പിന്റെ ബൂസ്റ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞോ എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ ഈ അവസാന കരബാവോ കപ്പ് ഫൈനലിൽ ആഴ്സണലിനെതിരെ വിജയിച്ചതോടുകൂടി വീണ്ടും പഴയ സിറ്റിയിലേക്ക് വരുന്നു. ഒരുപാട് സൈനികളൊക്കെ നടത്തിയിട്ടുണ്ട്. ലിവർപൂളിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും ലിവർപൂളിന് സൈനികളൊക്കെ നടത്തിയത് പക്ഷെ ഒരു ഭാഗത്ത് അത് പരിക്കിന്റെ രീതിയിൽ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഫോം ഔട്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ സിറ്റിയുടെ ഇടയ്ക്കൊന്ന് കാലിടറി പിന്നെയും അവര് ഗിയർ മാറ്റി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എത്രമാത്രം പിടിക്കുന്നു? ഇപ്പോൾ 7 മത്സരങ്ങളൊക്കെ ബാക്കിയുള്ളൂ. അതിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്ന സിറ്റിക്ക് ഇനി കണ്ടു തന്നെ അറിയണം, പറയാൻ പറ്റില്ല. അവസാനം ഇനിയും മത്സരം കണ്ട് 2-3 മത്സരങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആഴ്സണലിന്റെ കാര്യം പരിങ്ങലാവും. അതേപോലെ സിറ്റി എല്ലാ മത്സരങ്ങളും ജയിക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. FA കപ്പിൽ നാളത്തെ മത്സരത്തിൽ എന്തായിരിക്കും ചാൻസ്? ലിവർപൂളിനാണോ അതോ മാഞ്ചസ്റ്റർ സിറ്റിക്കാണോ വിജയസാധ്യത കൂടുതൽ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ജയിക്കാൻ? നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇത് കഴിഞ്ഞാൽ അവർക്ക് വരാൻ പോകുന്നത് ലീഡ്സ് യുണൈറ്റഡും അതേപോലെ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആയിട്ടുള്ള വിജയിക്കുന്ന ടീമായിട്ടായിരിക്കും. FA കപ്പാണ് ഇതില് ലീഗില് അതേപോലെ ചാമ്പ്യൻസ് ലീഗിൽ ഹൈ റാങ്കിങ്ങിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോപ്പിലാണ് നിൽക്കുന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഒരൊറ്റ മാച്ചാണ്. ആ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ പണി പാളും. അതല്ല ഇപ്പൊ കരബാവോ കപ്പിൽ നടന്നത്. സിറ്റി അവിടെ കിടക്കുന്നു, ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി. അവർക്ക്
ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എന്തായാലും ടൈറ്റിൽ അടിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കരബാവ് കപ്പിൽ ആഴ്സണലിനെ പഞ്ഞിക്കിട്ടിട്ട് പരാജയപ്പെടുത്തിയിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പൊ നാളത്തെ റിസൾട്ട് എന്തായിരിക്കും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്ത മത്സരത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. അത്ലറ്റിക്കോ മഡ്രിഡ് വിസസ് ബാഴ്സലോണ. അത്ലറ്റിക്കോ മഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ബാഴ്സലോണ അത്ലറ്റിക്കോ മഡ്രിഡിനെ എതിരിടാൻ പോവാണ്. ലാ ലീഗ് ടേബിളിലേക്ക് വരികയാണെങ്കിൽ ബാഴ്സലോണ റയൽ മഡ്രിഡ് ആയിട്ടുള്ള പോയിന്റ് വ്യത്യാസം പറഞ്ഞാൽ 4 പോയിന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. 29 മത്സരങ്ങൾ മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഇനിയും 9 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അതിൽ എൽ ക്ലാസിക്കോ വരാനുണ്ട്. ഈ ഒരു ഇന്ന് നടക്കാൻ പോകുന്ന അത്ലറ്റിക്കോ മഡ്രിഡ് വിസസ് ബാഴ്സലോണ മത്സരം, അത്ലറ്റിക്കോ മഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കാൻ പോകുന്ന മത്സരത്തിനാണ് ബാഴ്സലോണ അത്ലറ്റിക്കോ മഡ്രിഡ് നേരിടാൻ പോകുന്നത്. ഈ ഒരു മത്സരം അത്ലറ്റിക്കോ മഡ്രിഡിന് അടുത്ത് നടക്കാൻ പോകുന്ന 2 ചാമ്പ്യൻസ് ലീഗിലെ ഹോമിനും എവേക്കും ആയിട്ടുള്ള ഒരു ബൂസ്റ്റ് ആണെങ്കിൽ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം നിർണായക മത്സരം. ഈ മത്സരത്തിൽ തോറ്റു കഴിഞ്ഞാൽ ചിലപ്പോൾ റയൽ മഡ്രിഡ് ആയിട്ടുള്ള പോയിന്റ് വ്യത്യാസം 1 ചുരുങ്ങാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് 2 ടീമും കൈമെയ് മറന്ന് കളിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. റയൽ മഡ്രിഡിന് കളിയുണ്ട് RCD മെലാർക്കോ ആയിട്ട്. ഇന്ന് വൈകിട്ട് നടക്കുന്ന മത്സരത്തിൽ റയൽ മഡ്രിഡ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ടാണ് നേരിടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു മത്സരത്തെ വിജയിച്ച് അവർ 3 പോയിന്റ് സ്വന്തമാക്കിയിട്ട് വരികയാണെങ്കിൽ ബാഴ്സലോണയ്ക്ക് ഈ ഒരു കടമ്പ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം 10 ദിവസത്തിനുള്ളിൽ 3 പ്രാവശ്യമാണ് അത്ലറ്റിക്കോ മഡ്രിഡിനെ നേരിടേണ്ടത്. 2 പ്രാവശ്യം അവരുടെ അത്ലറ്റിക്കോ മഡ്രിഡ് ഹോം ഗ്രൗണ്ടിൽ പോയി നേരിടണം, 1 പ്രാവശ്യം ന്യൂ ക്യാമ്പിൽ വെച്ചാൽ. 2 പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളാണെങ്കിൽ 1 ലാ ലീഗിലാണെങ്കിൽ അത് 3 ഇമ്പോർട്ടന്റ് മത്സരങ്ങളാണ്. എന്താണെന്ന് പറഞ്ഞാൽ റഫീനിയ എന്ന് പറയുന്ന ഇവരുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ റഫീനി ഇല്ലാത്തടത്തോളം നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു കോപ്പ ഡെൽ റേയിലൊക്കെ 4-0 പരാജയപ്പെടുത്തുമ്പോൾ റഫീനിയും പെട്രിയൊന്നുമില്ല. ഭാഗ്യവശാലും പെട്രി ഇപ്പോഴും ടീമിന്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യമാണ്. റഫീനി ഇപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിന് വേണ്ടി കളിച്ച് ആ ഒരു കളിയിൽ മാത്രം ആൾ കളിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ആൾക്ക് ഇഞ്ചുറി ആയിട്ട് ഇനി 4 ആഴ്ചയോളം ഒരുപാട് മത്സരങ്ങൾ ആൾക്ക് മിസ്സാവും. റഫീനി ഉള്ളപ്പോൾ ബാഴ്സയ്ക്ക് വേണ്ടത് എന്താണെന്നുള്ളത് ആ ചങ്ങായിക്ക് അറിയാം. അത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പരിക്കിന് ശേഷം കുറച്ചൊരു ഫോം ഔട്ടൊക്കെ ഉണ്ടായിരുന്നു. ഗോൾ സ്കോർ ചെയ്യാനൊക്കെ വീണ്ടും ഹാട്രിക്കുകളൊക്കെ അടിച്ചിങ്ങനെ ആ ഒരു ഹൈപ്പിലേക്ക് വരുമായിരുന്നു. ആ സമയത്താണ് വീണ്ടും പരിക്ക്, ഇന്റർനാഷണൽ ബ്രേക്കിന് പോയ സമയത്ത് പരിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ അതാണ് ബാഴ്സയെ സംബന്ധിച്ച്. അതേപോലെ അത്ലറ്റിക്കോ മഡ്രിഡിന് ഒരുപാട് സസ്പെൻഷനും അതേപോലെ ഒരുപാട് പേര് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അത്ലറ്റിക്കോ മഡ്രിഡ് ആ ഒരു ശരീരത്തിന് 4-0 വിജയിച്ച ആ ദിവസത്തെ ആ ഒരു കളി തന്നെ ആയിരിക്കും മിക്കവാറും എടുക്കുക. പക്ഷെ അന്ന് പെട്ടെന്നുള്ള ഒരു ജോൺ കാസിയുടെ ആ ഒരു ഫസ്റ്റത്തെ ഗോൾ കീപ്പറായിട്ടുള്ള മിസ്സിങ്ങിലുള്ള ആയിരുന്ന ഗോള്, അതുകൊണ്ട് ശേഷം ഉണ്ടായ കുറെ മിസ്റ്റേക്കുകളൊക്കെ അതൊക്കെ മാറ്റിവെച്ച് ആ ഒരു ഗ്രൗണ്ടിൽ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു പരിപാടിയൊക്കെ, സ്കിപ്പായിട്ട് പോകുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് റയൽ മഡ്രിഡും ഇതിനു മുമ്പ് അനുഭവിച്ചാണ്. അവിടെ പോയിട്ട് ആര് കളിക്കണം, അത്ലറ്റിക്കോ മഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ആര് കളിച്ചു അവർക്കൊക്കെ പണി വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ടോട്ടൻഹാം ഹോട്ട്സ്പർ അവസാന മത്സരത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പണ്ടത്തെ ഒരു അത്ലറ്റിക്കോ മഡ്രിഡ് അല്ല ഇപ്പോൾ. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ അടിച്ചിട്ട് അവർ പരമാവധി ഡിഫൻസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഒരുപാട് ഗോൾ വഴങ്ങലുണ്ട്, തിരിച്ചടിക്കലുണ്ട്. അങ്ങനത്തെ ഒരു അത്ലറ്റിക്കോ മഡ്രിഡ് ഈ അവസാന സീസണിൽ സിമിയോണിയുടെ എന്താണ് സിമിയോണിയുടെ അവസാന സീസണാണ്. ഈ സീസണിലെങ്കിലും ഇങ്ങനെ ഡിഫൻസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, നമുക്ക് പരമാവധി അറ്റാക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള ടീമുണ്ട് അവിടെ. ഒരു മിനി അർജന്റീന തന്നെ അവിടെ റെഡി ആയിട്ടുണ്ട്. അത് സിമിയോണി ആയിക്കോട്ടെ, ജൂലിയൻ ആൽവാരസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് താരങ്ങൾ അടങ്ങുന്ന ആ അത്ലറ്റിക്കോ മഡ്രിഡിനെ പിടിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പട തന്നെയാണ്. അപ്പൊ നാളത്തെ മെയിൻ ഒരു ഫാക്ട് നോക്കുകയാണെന്ന് പറഞ്ഞാൽ എന്റെ ഒരു കാഴ്ചപ്പാടിൽ റഫീനി ഇല്ലാത്ത തന്നെയാണ് ബാഴ്സലോണയ്ക്ക് ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. പക്ഷെ എത്രമാത്രം അത് മറികടന്ന് മുകളിലോട്ട് പോകാൻ പറ്റും എന്നാണ് അവരുടെ ഹോം ഗ്രൗണ്ടിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. പക്ഷെ നാളത്തെ മത്സരത്തിൽ ചുരുങ്ങിയതൊരു വിജയമില്ലാതെ സമനിലയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. എന്താണ് സമനിലയായി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 പോയിന്റ് ഗ്യാപ്പ് ആവും. അതൊന്നും പറ്റില്ല എന്നുള്ള ഇതിൽ തന്നെയായിരിക്കും ബാഴ്സലോണ മുന്നോട്ട് പോവുക. അപ്പോൾ നാളത്തെ കളിയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ലെവൽ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് ജോൺ കാസി തന്നെ ആയിരിക്കും. നമ്മുടെ ബാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ, സെന്റർ ബാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കുബാർസിയും ജെറാർഡ് മാർട്ടിനും തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ക്യാൻസലും ഉണ്ടാവും. ഈ സൈഡ് എറിഗ്രാസി തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആളുടെ സ്റ്റാർട്ടിങ് ചെയ്യുമോ അതോ അറോഹ തന്നെ ആയിരിക്കും എന്നറിയില്ല. മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ബെർണാലും പെഡ്രിയും അതേപോലെ തന്നെ ഫെർമിൻ ലോപ്പസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അറ്റാക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഓൽമോയും ലെവൻഡോസ്കിയും അതേപോലെ തന്നെ റാഷ്ഫോർഡ് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ നമ്മുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിലേക്ക് യമാൽ വന്നിട്ട് അതേപോലെ റൂണിനെ ഫസ്റ്റ് ഹാഫിൽ കളിപ്പിക്കുമെന്ന് പറയാൻ പറ്റില്ല. റൂണിനെയൊക്കെ ശരിക്കും കുറെ കളികൾ കളിപ്പിക്കേണ്ടത് നമുക്ക് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം കുറെ കളികൾ ആൾക്ക് മിസ്സാവുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് യമാലിനൊക്കെ പരിക്കായി കഴിഞ്ഞാൽ ആ ഒരു ഭാരം ഏറ്റു വയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിനിടയ്ക്കുള്ള മത്സരങ്ങൾ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ കളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ. എന്താ പറഞ്ഞാൽ വലിയ പരിക്ക് ഇപ്പൊ യമാൽ റഫീനയുടെ കാര്യം തന്നെ ആൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിക്കുകൾ പെട്ടെന്ന് പിടിപെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റെസ്റ്റും കാര്യങ്ങളും കൊടുത്ത് വിജയിക്കുന്ന മത്സരങ്ങളൊക്കെ ഒരു 3 ഗോൾ ലീഡൊക്കെ ആയ സ്ഥിതിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ കുറേ വീഡിയോകൾ പറയുന്നുണ്ട്. പക്ഷെ ബാഴ്സലോണയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഓരോ പൊസിഷനിൽ കളിക്കാനുള്ള പ്ലേയേഴ്സിന്റെ ആ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വരുന്ന ഇതിൽ ആൽവാരസിനെയും അതേപോലെ ബെസ്റ്റോണിനെയൊക്കെ സൈൻ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്.
എത്രത്തോളം ഇതൊക്കെ നടക്കുന്നുള്ള കാര്യത്തിൽ അതെല്ലാവർക്കും അറിയാം. ബാഴ്സ ആരാധകർക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ എത്രത്തോളം. ചിലപ്പോൾ ബെസ്റ്റോണിൽ ഒന്ന് സജി ആയിരിക്കും, അല്ലാതെ ഊനാൻ ആൽവാരസിന്റെ പിന്നാലെ ഒന്നും പോകുന്നു തോന്നുന്നില്ല. എന്താ പറഞ്ഞാൽ 130 എബോവിൽ കുറഞ്ഞ ഒന്നും അറ്റന്റിക്ക് വേണ്ടിട്ട് നിൽക്കൂല. അതൊക്കെ മുന്നേ സിറ്റിയിൽ നിന്ന് 20 മില്യൺ കിട്ടേണ്ട സമയത്ത് 50 മില്യൺ ഫെറാൻ ടോറസിനെ വാങ്ങിച്ചുകൊണ്ടുവന്നു. ഇനി ഫെറാൻ ടോറസിനെ സെൽ ഔട്ട് ചെയ്തിട്ട് ഒക്കെ ആണെങ്കിലൊക്കെ നടക്കുള്ളൂ. അതിപ്പോ എന്തായാലും കാത്തിരുന്ന് കാണും. എന്താ പറഞ്ഞാൽ ലെവൻഡോസ്കി അവസാന മത്സരത്തിൽ ഗോൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഫെറാൻ ടോറസ് ഗോൾ അടിക്കാൻ കുറേ ദിവസങ്ങളായി, കുറേ 10-14 മത്സരങ്ങളോളായി. ലാ ലീഗിൽ നല്ല ടോപ്പ് സ്കോറിൽ തുടക്കം തുടങ്ങിയെങ്കിലും പക്ഷെ പിന്നീട് ആൾക്ക് എവിടേക്കോ കാലടറി പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നാളത്തെ മത്സരം എന്ന് പറഞ്ഞാൽ 2 ടീമിനും ചാമ്പ്യൻസ് ലീഗ് 2 മത്സരങ്ങൾ നടക്കാനുണ്ട്, 2 റൗണ്ട് മത്സരങ്ങൾ നടക്കാനുണ്ട്. അതിനുള്ള ഒരു എന്താ പറയാ ഒരു മുൻകരുതൽ കൂടിയാണ് നാളത്തെ ഒരു മത്സരം. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയത്തിൽ കുറഞ്ഞ ഒന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. എന്താ കാരണം ഒരു ഗോളിന് അവർക്ക് വിജയിച്ചിരിക്കും. എന്താ പറഞ്ഞാൽ വിലപ്പെട്ട 3 പോയിന്റ് സ്വന്തമാക്കാതെ അവർക്ക് അത്ലറ്റിക് മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ച് ക്യാമ്പ് നൗവിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള കാര്യം. എന്താ പറഞ്ഞാൽ 3 പോയിന്റ് മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി എൽ ക്ലാസിക്കോയിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ലാ ലീഗ് ടൈറ്റിൽ പറഞ്ഞ സാധനം വയലിന് എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ഇതില്ലാതിരിക്കാൻ വേണ്ടി നാളെ എന്തായാലും പൊരുതി തന്നെ ആയിരിക്കും. അപ്പൊ ഇത് കഴിഞ്ഞാൽ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ചാമ്പ്യൻസ് ലീഗിന് അടുത്ത മത്സരം അത്ലറ്റിക് മാഡ്രിഡ് വീണ്ടും വരികയാണ്. അപ്പൊ എന്തായാലും അത്ലറ്റിക് മാഡ്രിഡും ബാഴ്സ ആരാധകർക്ക് നെഞ്ചെടുപ്പ് തന്നെയാണ് ഈ ഒരു 3 മത്സരങ്ങൾ. ചാമ്പ്യൻസ് ലീഗിൽ ആ 2 ലെഗ് മത്സരം, ആദ്യ ലെഗ് മത്സരം ക്യാമ്പ് നൗവിൽ വെച്ച് നടക്കാൻ പോകുന്ന, 2ാം ലെഗ് മത്സരം അത്ലറ്റിക് മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഈ പാറിയ ചാമ്പ്യൻസ് ലീഗും ലാ ലീഗ് മത്സരങ്ങളും നടക്കാൻ പോകുന്നത്. റയൽ മാഡ്രിഡും തൊട്ട് പുറകിൽ തന്നെ ഉണ്ട്. അപ്പൊ എന്തായിരിക്കും നാളത്തെ മത്സരത്തിൽ അത്ലറ്റിക് മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ ആരായിരിക്കും ജയിക്കുക, എത്ര ഗോളെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.